അറിയില്ല. ഡേറ്റ് 12/9/2024. ലാസ്റ്റ് വ്ളോഗ് കിട്ടുന്നത് നമ്മുടെ ആൽബിൻ പോണതാണ്. പോണ അന്ന് തലേ ദിവസം. അപ്പൊ ആൽബിനോട് കറങ്ങിയ ദിവസം പോർട്ടിൽ വെച്ചൊരു വ്ളോഗായിട്ട്. അതിനുശേഷം ഇപ്പോൾ ഒരു കുറച്ചധികം ദിവസങ്ങളായി വ്ളോഗ് എടുക്കാത്തതിന്റെ കാരണം സെയിം ആണ്, പണിയുണ്ട്, ബിസി ആയിരുന്നു. ഇന്നത്തെ വ്ളോഗ് നമ്മുടെ ഒരു ജിം ഡേ. ഇന്ന് സാധാരണ പണിയുണ്ടെന്ന് ഞാൻ ഓഫ് എടുത്തു. വയ്യ, ക്ഷീണമാണ്. ഇപ്പൊ നമ്മൾ ജിമ്മിൽ പോകണം, വ്ളോഗ് എടുക്കാൻ പോകണം. നടക്കുന്നതും ജിമ്മിലെ നല്ല ജിമ്മാണ്. അപ്പൊ ഫുൾ ഒരു മൊത്തത്തിൽ ഒരു ജിം ഡേ ഈവനിങ് നമ്മൾ ഈ ജിമ്മിൽ സ്പെൻഡ് ചെയ്യുന്ന ദിവസം. അതാണ് ഇന്നത്തെ വ്ളോഗ് മൊത്തം കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അവിടെ വെച്ച് കാണാം. വ്ളോഗ് എടുക്കാൻ നമ്മുടെ നിഹാദ് ആണ് നമ്മുടെ ജിം പാർട്ണർ. നിഹാദ് ഓൾറെഡി പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ ഇറങ്ങും, നാളെ ഇറങ്ങും, മറ്റന്നാൾ ഇറങ്ങും പറഞ്ഞ് ഈ ചക്കനെ വേണ്ടി വെയിറ്റ് ചെയ്യാണ് നിഹാദ്. ഞാൻ 2 മിനിറ്റ് വരെ പിടിച്ചെടുത്തേക്കാണ്. ഇപ്പോൾ ഒന്നും വൈകില്ല, ആള് വയലന്റ് ആവും, പ്രശ്നമാവും. വ്യാഴാഴ്ച എന്താ ഗുണം വെച്ചാൽ വ്യാഴാഴ്ച സോനയുണ്ട്. ആരുണ്ട്? സോന. വ്യാഴാഴ്ച ഈ സോന ഉണ്ട്. ഇതുപോലെ സ്റ്റീം ബാത്ത്. അപ്പോൾ സ്റ്റീം ബാത്തിൽ കയറണം. റിക്കവറിക്ക് ഹെൽപ്പ് നല്ലതാണ് സ്റ്റീം ബാത്ത്. പിന്നെ വല്ലപ്പോഴൊക്കെ സ്റ്റീം ബാത്ത് ചെയ്യണം, നല്ലതാണ്. നിങ്ങൾ ഓവർ വെയിറ്റ് ആണെങ്കിൽ ഇടയ്ക്കൊക്കെ നല്ലതാണ്. ഞങ്ങൾ ഈ ഒരു ഫിസിക്കാണ്, അധികം ഫിസിക്കൊന്നും ഇല്ല, ചെറിയൊരു ഫിസിക്കാണ്. അപ്പം എപ്പോഴെങ്കിലൊക്കെ സ്റ്റീം ബാത്ത് ചെയ്താൽ മതി. കുറെ കാലം വ്ളോഗ് എടുത്തതിന് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ സഹിക്കാം. ഓക്കെ, ബൈ. പറഞ്ഞ പോലെ തന്നെ അത് കലിപ്പ ഇറങ്ങി വന്നു. ചെക്കനെ കാണാലോ, അവൻ നടന്നു പോയോ? നടന്നു. എൻ്റെ കൂടെ ഒറ്റ നടന്നു പോണത്. നമ്മുടെ സീബ്ര ക്രോസിംഗ് ഒക്കെ എല്ലാം മുക്കിൽ മുതലുണ്ട്. അതുകൊണ്ട് നമുക്ക് സിഗ്നലൊക്കെ ഉണ്ടാവും. നമുക്ക് നമ്മുടെ പെഡസ്ട്രിയൻസിനൊക്കെ നല്ലൊരു സംരംഭമാണ് ഇത്. എല്ലാ മുക്കിലും മുലയിലും സീബ്ര ക്രോസിങ്ങും ലൈറ്റിങ്ങും എല്ലാം ഉണ്ട്. നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും വലിയ ഉപയോഗമൊന്നുമില്ല. നമ്മളിതാ ഇത് ജിമ്മ് നമ്മൾ എത്താൻ പോവാണ്. നമ്മുടെ മാളാണ്, റിച്ചിറ്ററേ മാളിലാണ് നമ്മൾ പോകുന്നത്. റിച്ചിറ്ററേ മാൾ. വാവ് ഗൈസ്, ഇതാണ് മാൾ. മാളിന്റെ ആ ഒരു മുക്കിലായിട്ടാണ് നമ്മുടെ ജിമ്മ്. നല്ല അടിപൊളി മാളാണ്. എന്നാണ് ഒരു സൈഡത്തെ. നമ്മൾ അവിടുന്ന് നടന്ന് ഇവിടെ എത്തി. ഇതിന്റെ അപ്പുറത്താണ് ജിമ്മ്. അറിയാൻ കണ്ടോ, മൈ ഫിറ്റ് 360 guys. That's our gym boys. Guys, look at the mountains, guys. Look at the mountains. എന്തിനാ ഇംഗ്ലീഷ് വിളമ്പുക? ഇതാണ് നമ്മുടെ ജിം. പുറത്തിങ്ങനെ വണ്ടികൾ കാണുന്ന സ്ഥിതിക്ക് നല്ല തിരക്കായിരിക്കും. എനിക്കിത് ക്രൗഡഡ് ആയിട്ടുള്ള വർക്കൗട്ട് ചെയ്യാൻ ഇഷ്ടമല്ല. പക്ഷെ നമ്മുടെ ടൈമിങ് നമുക്ക് ഇപ്പോഴേ പറ്റുള്ള പ്രശ്നം. ജിമ്മിൽ കയറണമെങ്കിൽ കാർഡ് വേണം. വെള്ളം നിറയ്ക്കുക. വെള്ളം നിറയ്ക്കുള്ള സെറ്റപ്പാണ്. ഞാൻ വെള്ളമൊക്കെ നിറച്ചിട്ട് ഇതിന്റെ അപ്പുറത്താണ് മെൻസ് ലോക്കർ റൂം. അപ്പൊ അപ്പുറത്ത് അവിടുന്ന് വീട് സ്റ്റാർട്ട് ചെയ്യാം. യെസ് ഗൈസ്, കുപ്പിയിൽ വെള്ളം നിറച്ചു. നമ്മൾ ലോക്കർ റൂം കയറി. ഇത് ലേഡീസിന്റെ ആണ്. ഇതാണ് ജെൻസ്. നമ്മുടെ ജെൻസിന്റെ ലോക്കർ റൂം കയറാൻ പോണേ. ഡോണ്ട് ക്വിറ്റ്. നമ്മൾ ഫ്രീ ആണ്. ലോക്കർ പൂട്ടൊക്കെ മറ്റേ ആൾക്കാരും പൂട്ടൊക്കെ ചെയ്യണം. പൂട്ട് വെക്കാം, പക്ഷെ നമുക്ക് പൂട്ടൊന്നും വേണ്ട. ഏതെങ്കിലും തോന്നിയ ലോക്കർ എടുക്കുക, വെക്കുക, സാധനം വെക്കുക. കുറച്ച് വാങ്ങുമ്പോൾ ഇത് വരാം.
പുള്ളപ്പാണ് എടുക്കാൻ പോകുന്നത്. പുള്ളപ്പ് മെഷീനാണ്. കാരണം നമ്മുടെ നിഹാദിന് സാധാ പുള്ളപ്പ് എടുക്കാൻ കുറച്ച് പ്രയാസമാണ്. നാണക്കടലടാ, അതൊക്കെ പ്രോഗ്രസ് അല്ലേ. നാണക്കത് എനിക്ക് 10-15 സാധാ പുള്ളപ്പ് എടുക്കുമ്പോൾ ഇത് കാണുമ്പോഴൊക്കെ മോട്ടിവേഷൻ ആവും. ഇതൊന്നും വിഷയമുള്ള കാര്യമില്ല. 12, 10, 8, 12 ചോ. പുള്ളപ്പുറം നടക്കൂല. കാരണം ഇവിടെ ചങ്ങായിമാരൊക്കെ വേറെ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ പുള്ളപ്പുറം നടക്കൂല. ഇത് ബാക്കില് ചേച്ചിമാര് വേറെ കൂടിയുണ്ട്. പുള്ളപ്പെടുക്കുക, അവിടെ പുള്ളപ്പെടുക്കുക. ചെങ്ങാടെ കഴിയട്ടെ നമുക്ക് പുള്ളെടുക്കാം. Не знаю. Как? എല്ലാവരും എന്റെ റെക്കോർഡ് എന്റെ കൂടെ കളിക്കാൻ എന്റെ റെക്കോർഡ് ഉൾപ്പെടുത്തല്ലേ. വർക്കൗട്ട് കുറെ ആയിരക്കണക്കിന് ആൾക്കാർ കാണണം. അപ്പൊ അത് നോക്കി കളിച്ചാൽ മതി. പോട്ടെ. Я не могу жениться. നമ്മള് ഷോൾഡർ പ്രസ്സാണ്. ഇത് വേണേൽ ഒറ്റയ്ക്ക് ബുക്ക് ചെയ്യാം. സിംഗിൾ ആമാണ്. പിന്നെ അത്രയും ഒറ്റയ്ക്ക് സെറ്റ് വരും. അടുത്തത് നമ്പർ ഫ്രണ്ട് റേസ് ആണ്. നമ്പർ ഫ്രണ്ട് റേസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൺട്രോൾ മൂവ്മെന്റ് അപ്പ്, കൺട്രോൾ മൂവ്മെന്റ് അപ്പ്. ആ 5 മണി ഉണ്ടാവില്ലേ? 5:30 ഉണ്ടാവും. ഈ സമയത്ത് എന്നാ ജിമ്മായി തിരക്കായി. മെഷീന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഞങ്ങൾ കാത്തിക്കാണ്. ട്രാപ്സിന് റെക്കോർഡ് ചെയ്യാൻ മറ്റേ വലിച്ചിട്ടിങ്ങനെ കളിക്കില്ലേ, പേര് നിൽക്കാറിഞ്ഞൂടാ. ട്രാപ്സിന് കളിയുണ്ട്. അപ്പൊ ട്രാപ്സിന് കളിക്കാൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. മെഷീൻ കാത്തിക്കാണ്. പോയി കാണിച്ചാൽ മതി. ട്രാപ്സിനുള്ള ലാസ്റ്റ് ഷോൾഡർ ലാസ്റ്റ് ട്രാപ്സിന് കളിക്കുന്നത്. ലെഗിന് ആദ്യം നമ്മൾ കളിക്കാൻ പോകുന്നത് സ്ക്വാട്ടാണ്. സ്മിത്ത് മെഷീനാണ് സ്ക്വാട്ട് കളിക്കാൻ പോകുന്നത്. പ്രോഗ്രസ് ഒന്നും സാധാരണ നമ്മൾ വെയിറ്റ് കുറച്ചിട്ട് കറക്റ്റ് റേഞ്ച് ഓഫ് മോഷനിൽ ചെയ്തിട്ടാണ് എനിക്ക് ചെറിയ മസിൽ ഗ്രോത്ത് ഉണ്ടാക്കണം. അപ്പം അതുകൊണ്ട് വെയിറ്റ് കുറച്ചിട്ട് നമ്മൾ കളിക്കാൻ നോക്കുന്നത്. കാല് കുറച്ച് ഫ്രണ്ടിലേക്ക് നോക്കുക. അത് ഹാംസ്ട്രിങ്ങിന് വേണ്ടി പെണ്ണ് കളിച്ചു കൊടുക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കാണാൻ ഇപ്പൊ എന്ത് വീട്ടിൽ പോയാലോ? അവിടെ നിന്ന് വേറെ ഫിറ്റ്നസ് ക്ലാസ് ആണ്. നമുക്ക് കയറാം, കുഴപ്പമില്ല. ഞങ്ങളുടെ മെമ്പർഷിപ്പിൽ അതൊക്കെ ഇൻക്ലൂഡ് ഇടാം. ഫിറ്റ്നസ് ക്ലാസ്, യോഗ, മെഡിറ്റേഷൻ. വെയിറ്റ് കൂട്ടി പിടിച്ചേട്ടാ. അത് കഴിയുമ്പോഴേക്കും നാളെ ആവും. അത് നാളെ പോർട്ടേഴ്സ് വേണം, പർച്ചേസ് ഉണ്ട്, ഷൂ വാങ്ങണം.
നമ്മളിപ്പോഴും വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അവന്റെ റിക്വസ്റ്റ് കഴിഞ്ഞില്ല. 200 കിലോ കിട്ടണേ. കഴിഞ്ഞില്ലടാ. അവൻ ഇനി വെയിറ്റ് ഇടാൻ പോകട്ടോ. അന്തം വിട്ടുകൊണ്ട് ഞാൻ നോക്കുന്നു ഇത് എന്ത് ചെയ്യുന്നത്. അവനപ്പോ 200, 225, 250 kg. കൊള്ളാം. ആഫ്റ്റർ എ ലോങ് ടൈം ഗൈസ് അങ്ങനെ അവൻ ഒഴിഞ്ഞു മാറിയിരിക്കുകയാണ്. നമ്മൾ ചെറിയ വെയിറ്റ് കളിക്കണം. 50 kg ആണ്. 15 റെപ്പ് അടിക്കും. വെയിറ്റ് കൂട്ടും, പക്ഷെ ഗ്രാജുവലി കൂട്ടും, ചെറുതായി കൂട്ടും. വെയിറ്റ് ആയിട്ട് കൊടുക്കണില്ല, കാരണം അതും പരിചയം കൂടെ ചില വീട് എടുക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ നമ്മളെല്ലാം കാണിക്കണം. നമ്മൾ ഈഗോ ലിഫ്റ്റേഴ്സ് അല്ല, മനസ്സിലായില്ല. നമ്മൾ ഈഗോ ലിഫ്റ്റേഴ്സ് അല്ല, നമ്മൾ ഗ്രാജുവലി പ്രോഗ്രസ് ചെയ്ത് പോകുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മള് ഞാൻ ആദ്യം ഫസ്റ്റ് 0 വെയിറ്റ് കാണിക്കണം. അടുത്ത 10 രൂപ 10 തരാമല്ലോ, കുഴപ്പമില്ലല്ലേ? ആണ്ടോ നമ്മള് മനസ്സിലാക്കണം. അതിന് 10 രൂപ കളിച്ചാൽ ചിലപ്പോൾ ഞാൻ വെയിറ്റ് കൂടിയാലോ നമുക്കറിയില്ല. എപ്പോഴും നമ്മൾ ഈഗോ ലിഫ്റ്റ് ചെയ്തത് മറ്റുള്ള 200, 300 വെക്കും. നമ്മളെപ്പോഴും പതിയെ കുറച്ച് കൊണ്ടുവരാം. കൂടുതൽ ടയർഡാവും, അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ കൂടുതൽ ക്ഷീണിക്കും, തലവിട്ടും ശ്രദ്ധിക്കാൻ വരും. കാരണം നമ്മളെ ഒരു ഫുൾ ലോവർ ബോഡിയാണ് വർക്കാവാണ്. ഫുൾ ലോവർ ബോഡി നമ്മുടെ മറ്റേ നമ്മൾ കളിക്കുമ്പോൾ ഷോൾഡർ അല്ലെങ്കിൽ ചെസ്റ്റ് 2-3 ദിവസം കളിക്കും. പക്ഷെ ലെഗ് കളിക്കുമ്പോൾ ഫുൾ ലോവർ ബോഡി ഒരു ദിവസം വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ അത്രയും ഓക്സിജൻ, അത്രയും ബ്ലഡ് ഫ്ലോ ഒക്കെ വരുമ്പോൾ ബോഡിക്ക് നല്ല സ്ട്രെസ്സും നല്ല ടയർഡാവും സാധ്യതയുണ്ട്. നല്ല വെള്ളം കുടിക്കുക. ലെഗ് അറ്റ്ലീസ്റ്റ് ലെഗ് വർക്കൗട്ട് പോലെ നല്ല പ്രീ വർക്കൗട്ട് നീടെ കഴിക്കാൻ നോക്കുക. അത് നമ്മളുടെ വർക്കൗട്ടായിരുന്നു. അപ്പോൾ നമ്മൾ വർക്കൗട്ട് ആക്കി എന്റെ ഹാംസ്ട്രിങ്സും പൊതുവെ ലെഗ് വീക്കാണ്. അത് മറ്റുള്ള ബോഡി അത്ര സ്ട്രോങ് ആയിട്ട് പറഞ്ഞില്ല, എന്നാലും മറ്റുള്ള ബോഡിയോടെ കമ്പയർ ചെയ്യുമ്പോൾ ലെഗ് ഭയങ്കര വീക്കാണ്. എൻ്റെ കാഫൊക്കെ ഭയങ്കര ചെറുതാണ്. അപ്പോൾ കൂടുതൽ ലെഗിനൊക്കെ ഞാൻ കളിക്കും. ലാസ്റ്റ് സെറ്റ് കളിക്കുമ്പോൾ ഡ്രോപ്പ് സെറ്റ് ചെയ്യും. ഞാൻ ഡ്രോപ്പ് സെറ്റ് അത് തന്നെ വെയിറ്റ് ഇടും. അതിൽ പോണത്ര മാക്സിമം പോവുക. അതിൻ്റെ വെയിറ്റ് കുറയ്ക്കുക. റെസ്റ്റ് എടുക്കാൻ തന്നെ പിന്നെയും വെയിറ്റ് എടുക്കുക, പിന്നെയും വെയിറ്റ് കുറയ്ക്കുക, പിന്നെയും റെപ്പ് അടിക്കുക. അങ്ങനെ ഡ്രോപ്പ് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ലെഗിനെ വർക്കൗട്ട് ചെയ്യും. കാരണം ലെഗിന് കൂടുതൽ ആ മസിൽ ആക്റ്റീവ് ആവാൻ, കൂടുതൽ മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ് ഡ്രോപ്പ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ജസ്റ്റിനും കാഫിൻ്റെ എക്സസൈസ് കൂടി ഉണ്ട്, അവർ ഇങ്ങനെ വർക്കൗട്ട് ചെയ്യും. അപ്പോൾ ഇനി കാഫ് പ്രസ്സാണ് ലാസ്റ്റ് വർക്കൗട്ടാണ് ഇന്നത്തെ. കാഫ് പ്രസ് വെയിറ്റ് കൂട്ടിയിട്ടുണ്ട്. എങ്ങനെ പോകാൻ നോക്കട്ടെ. അപ്പോൾ 100. പോയിട്ടുണ്ട്, കുഴപ്പമില്ലാണ്ട്. നമുക്ക് ഇനി വെയിറ്റ് കൂട്ടാൻ പറ്റും. അടുത്ത വർക്കൗണ്ടൊക്കെ ഇനി വെയിറ്റ് കൂട്ടാം. ഞാൻ ഇന്നത്തെ ഷോൾഡർ ലെഗ്സിൻ്റെ ഷെഡ്യൂൾ ഇതാണ്. അടുത്തത് ചെസ്റ്റ് ബൈസപ്പ് ഉണ്ട്, ബാക്കും ബൈസപ്പും ഉണ്ട്. അങ്ങനത്തെ ദിവസങ്ങളുടെ വർക്കൗട്ടൊക്കെ ഇനി കാണിച്ചു തരാം. പിന്നെ സാധാ വ്ളോഗൊക്കെ ഇനി ഇനി വരുന്നുണ്ടാവും. എന്നാൽ സമയം കിട്ടാറില്ല, വ്ളോഗൊക്കെ സമയം കിട്ടാറില്ല, എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാറില്ല. അപ്പോൾ അതിൻ്റെ ഡിലേ ആണ് കാരണം. പിന്നെ അടുത്തത് സോനയ്ക്ക് പോയിട്ട് വരാം. സ്റ്റീം ബാത്ത്. ഓക്കെ, കുളിക്കാൻ സാറേ, ഷവർ ഇവിടെയാണ്. അപ്പോൾ കുളിക്കണം ടാസ്ക്കാണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല. നിഹാദിൻ്റെ താല്പര്യം മൂലമാണ് ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് വന്നത്. നിഹാനിപ്പോൾ സ്വാധീനം ഞാൻ വലിയ താല്പര്യമൊന്നുമില്ല. വീട്ടിൽ പോയി ഞാൻ അങ്ങനെ റെഡിയായി പോയിട്ട്
എങ്ങട് ഗൈസ് എനിക്ക് സോണിയ താല്പര്യമില്ല ഗൈസ്. ഞാൻ ഒരു റൗണ്ട് കയറുള്ളൂ, ഒരു റൗണ്ടേ കയറുള്ളൂ. എന്നിട്ട് കുളിക്കും ഞാൻ, ഡ്രസ് വേണ്ടി ഞാൻ പോകും. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യും. പിന്നെ സാധനം വാങ്ങാണ്ട് കോൺഫ്ലെക്സ് ഇല്ല, ഓട്സും ഇല്ല. അത് കോൺഫ്ലെക്സ് ഓട്സും വാങ്ങണം. മുട്ട വാങ്ങണം 15 ലിറ്റർ മുട്ട വാങ്ങണം. മുട്ട വാങ്ങാനേ എന്തൊക്കെ ഇന്നെന്താ വാങ്ങണ്ട? തൈരില്ല. അപ്പൊ എന്തൊക്കെയുള്ള കോൺഫ്ലെക്സ് ഓട്സ്. വേറെന്താ വേണം പറഞ്ഞല്ലോ? ആ സോപ്പ് പൊടി വേണം. കോൺഫ്ലെക്സ് ഓട്സ്, സോപ്പ് പൊടി, പിന്നെന്താ നിർബന്ധമല്ല. ബാക്കി നാളെ വാങ്ങാം. രാവിലെ ജിമ്മിക്ക് വരും. നാളേക്ക് പോർട്ട് ബസ്സിൽ പോകണം. നാളെ ഈവനിങ് ഷിഫ്റ്റാണ് പണി. അപ്പോൾ രാവിലെ ജിമ്മിൽ സാധനം വാങ്ങി പിന്നെ വീട്ടിൽ നിന്ന് പിന്നെ പോർട്ട് ബസ്സിൽ പോയി. പോർട്ടിൽ നിന്ന് ഷൂ വാങ്ങിയിട്ട് പിന്നെ വീട്ടിൽ വന്ന് പിന്നെ പണിക്ക് പോയി രാത്രി ഫുൾ ബിസിയാണ്. ബിസി ലൈഫാണ്. പണ്ട് വീട്ടിലിങ്ങനെ വെറുതെ ചുരുമ്പി കിടന്ന് ഞാനാണ് ഇപ്പോൾ ഫുള്ള് നെട്ടോട്ട് ഓടുന്നത്. അപ്പോൾ നമ്മുടെ ജിമ്മിന് സെഷൻ കഴിഞ്ഞിരിക്കുന്നു. സോന കഴിഞ്ഞ് കുളിച്ച് ഷവായി ആയി. മാറിയിട്ട് നമ്മളിപ്പോൾ കുളിച്ച് റെഡിയായി, പുഴുങ്ങിയെടുത്ത് കുളിച്ച് റെഡിയായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ സാധനം വാങ്ങാൻ പോണേ ജംബോയില്. ഇത് നമ്മളെ റിച്ചിച്ചോയ മാളിൻ്റെ ഉള്ളിലാണ് ഗൈസ്. ഇതാണ് നമ്മുടെ അപ്ഡേറ്റ്സ്. സാധനങ്ങൾ എന്തോ ഒരു കോംപ്ലക്സ് വാങ്ങും, ഓട്സ് വാങ്ങും. വീട്ടിൽ പീനട്ട് ബട്ടർ ഉണ്ട്, പാലിരിക്കുന്നുണ്ട്. പെരിവർക്ക് പോസ്റ്റ് വർക്കൗട്ടേ കഴിക്കേണ്ട സാധനങ്ങളൊക്കെ വീട്ടിലിരിക്കുന്നുണ്ട് കുറച്ചുണ്ട്. ബാക്കി ഓട്സും കോംപ്ലക്സും കൂടുതൽ വാങ്ങും. പിന്നെന്താണ്, വേറെ ഒന്നുമില്ല. കുറച്ചധികം സാധനം വാങ്ങാണ്ട് അത് നമ്മൾ കവർ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ രാവിലെ വന്നിട്ട് മെയിൻ ഐറ്റംസ് ഒക്കെ വാങ്ങും. തൈര്, പിന്നെന്താണ് തൈര്, മുട്ട വേണം. അങ്ങനെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഓക്കെ, സാധനം വാങ്ങി ഇപ്പോൾ വീട്ടിൽ പോയിട്ടുണ്ടോ? ഇപ്പോൾ വ്ളോഗിൻ്റെ ഇപ്പോൾ വ്ളോഗ് കണ്ടിന്യൂ ചെയ്യുന്നില്ല. ഒന്ന് ചാർജ് ചെയ്യാറായി. ഇനി അതിൻ്റെ ഫോണാണ് അറിയാലോ. ഇനി അതിപ്പോൾ ചാർജ് ചെയ്യാറായി. അപ്പോൾ ഈ വ്ളോഗില്ല. ഇപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ദിവസം ജിമ്മിൻ്റെ. ഇനി ടെസ്റ്റ് ഡേ വരും, വിങ്സിൻ്റെ ഡേ വരും. ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ. ഇനി അടുത്ത വ്ളോഗിൽ വെച്ച് കാണാം. അപ്പോൾ സന്ധിക്കും വരക്കും വണക്കം. ബൈ.